الحمد لله العزيز الحكيم الكريم المعبود نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على سيدنا محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن أحسن الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة في النار أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم إن الله يأمركم أن تؤدوا الأمانات إلى أهلها وإذا حكمتم بين الناس أن تحكموا بالعدل إن الله نعم ما يعظكم به إن الله كان سميعا بصيرا صدق الله العلي العظيم. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ അനുസരിച്ച് യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് സത്യവിശ്വാസികൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്ത സ്വർഗം നേടിയെടുക്കാൻ അതീവ ജാഗ്രതയോടുകൂടി നാം ഓരോരുത്തരും പരിശ്രമിക്കണമെന്ന് ആദ്യമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇസ്ലാമിക കലണ്ടർ അനുസരിച്ച് ഒരു പുതിയ വർഷത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ഹിജ്റ 1432 ഒരു പുതുവത്സരം ആരംഭിച്ചിരിക്കുകയാണ് മുസ്ലിം ലോകത്തെ സംബന്ധിച്ചിടത്തോളം. ഇസ്ലാമിക കലണ്ടറിന് രൂപകൽപ്പന ചെയ്തപ്പോൾ പുതുവർഷം ആരംഭിക്കുന്നത് ഹിജ്റ എന്ന് പറയുന്ന ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഭവത്തെ ആസ്പദിച്ചുകൊണ്ടായിരിക്കണമെന്ന് പ്രവാചകന് ശേഷമുള്ള മുസ്ലിം നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹിജ്റയെ ആസ്പദമാക്കിക്കൊണ്ട് ലോകത്തെങ്ങുമുള്ള മുസ്ലിം കലണ്ടറുകൾ രൂപകൽപ്പന ചെയ്യപ്പെട്ടത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഹിജ്റ ചരിത്രത്തിലെ വളരെ ശ്രദ്ധേയമായ ഒരു സംഭവമാണ്. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു മഹത്തായ ഇസ്ലാമിക സംസ്കൃതിക്ക് രൂപം നൽകാൻ തീരുമാനിച്ചപ്പോൾ ആ തീരുമാനം നടപ്പാക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിൻ്റെ അനുചരന്മാരും നടത്തിയ മാനവചരിത്രത്തിൽ നമുക്കൊരു പക്ഷേ ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ലാത്ത ത്യാഗനിർഭരമായ ഒരു നീക്കുപോക്കായിരുന്നു യഥാർത്ഥത്തിൽ ഹിജ്റ. ഹിജ്റ എന്ന് പറയുന്ന പദം തന്നെ ഒരു മഹത്തായ ആദർശത്തിനു വേണ്ടി, ഒരു മഹത്തായ സംസ്കൃതിക്ക് വേണ്ടി, ഒരു ജീവിത ദർശനത്തിനു വേണ്ടി സ്വന്തം ദേശത്തെക്കാളും സ്വന്തം നാടിനോടും സ്വന്തം ദേശത്തോടും കുടുംബത്തോടും സമ്പത്തിനോടും കച്ചവടത്തോടും അങ്ങനെ പതിറ്റാണ്ടുകളായി ഒരു മനുഷ്യൻ സ്വന്തം നാട്ടിൽ കെട്ടിപ്പടുത്തു വെച്ച എല്ലാറ്റിനെയും ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു നാട്ടിൽ ഒരു മഹത്തായ ആദർശത്തെ
അതിൻ്റെ തനിമയോടുകൂടി അതിൻ്റെ യഥാർത്ഥ സവിശേഷതയോടുകൂടി സൃഷ്ടിക്കാൻ വേണ്ടി നടത്തിയ ഒരു നീക്കുപോക്കായിരുന്നു യഥാർത്ഥത്തിൽ ഹിജറ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അനുചരന്മാർക്കും മക്കയിൽ അനുഭവിക്കേണ്ടി വന്ന കടുത്ത യാതനകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടുള്ള ഒരു ഒളിച്ചോട്ടം എന്ന നിലയ്ക്ക് ഹിജറയെ സമീപിക്കുന്നതിന് പകരം ഹിജറ ഈ സ്വഭാവത്തിൽ ഖിലാഫത്തുൻ അലാ മിൻഹാജിൻ നുബുവ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു കൊടുത്ത നുബുവത്തിനെ അടിസ്ഥാനപ്പെടുത്തി, അല്ലാഹു അവതരിപ്പിച്ചു കൊടുത്ത വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആനിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു മുസ്ലിം ഉമ്മത്തിനെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ ഒരു നടപടിയായിരുന്നു യഥാർത്ഥത്തിൽ ഹിജറ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറയ്ക്ക് വേണ്ടി പുറപ്പെട്ട സന്ദർഭത്തിൽ നടത്തിയ പ്രാർത്ഥന വിശുദ്ധ ഖുർആനിന്റെ ഭാഷയിൽ വഖുൽ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജ്അൽ ലീ മിൻ ലദുൻക സുൽത്താനൻ നസീറ. അല്ലാഹുവേ, ശരിയായ കവാടത്തിലൂടെ എന്നെ പുറത്തു കൊണ്ടുവരികയും ശരിയായ കവാടത്തിലൂടെ എന്നെ അകത്ത് പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ. വജ്അൽ ലീ മിൻ ലദുൻക സുൽത്താനൻ നസീറ. ഈ മഹത്തായ ആദർശത്തെ ശരിയായ സ്വഭാവത്തിൽ സ്ഥാപിക്കാനാവശ്യമായ അധികാരശക്തി, സുൽത്താനുൻ നസീർ, അധികാരശക്തി. ഈ മഹത്തായ ഒരു ഇസ്ലാമിക സംസ്കൃതി എന്ന് പറഞ്ഞാൽ അത് കേവലം തത്വോപദേശങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരാശയമല്ല. പ്രായോഗിക ജീവിതവുമായി ബന്ധമില്ലാത്ത സാരോപദേശങ്ങളിൽ ഒതുങ്ങിപ്പോവേണ്ട ഒരു സന്ദേശമായിരുന്നില്ല. മറിച്ച് ജീവിക്കുന്ന മനുഷ്യരെ ആ മനുഷ്യർക്കിടയിൽ പ്രയോഗവൽക്കരിക്കേണ്ട, അങ്ങനെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കുകയും പരിഹരിക്കുകയും ചെയ്യേണ്ട ഒരു ജീവിത സംസ്കാരമാണ് ഇസ്ലാം. ആ ഇസ്ലാമിനെ ശരിയായ സ്വഭാവത്തിൽ സ്ഥാപിക്കാനാവശ്യമായ ശക്തി, അധികാരം, മഹാന്മാരായ ഒരുപാട് മുഫസ്സിറുകളുടെ അഭിപ്രായത്തിൽ സുൽത്താനുൻ നസീർ എന്ന് പറഞ്ഞാൽ ഈ സ്വഭാവത്തിലുള്ള അധികാരവും ശക്തിയും എനിക്ക് നൽകണമേ എന്നതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ ഒരു ചുവടുവെപ്പ്, ആ ചുവടുവെപ്പിന് വേണ്ടി ആ പ്രാർത്ഥന കൊണ്ട് മാത്രം ഒരു മഹത്തായ സംസ്കൃതി ലോകത്ത് സൃഷ്ടിക്കപ്പെടുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രാർത്ഥന കൊണ്ട് മാത്രം നിങ്ങൾക്ക് സ്വർഗം പോലും നേടാൻ സാധ്യമല്ല എന്നും അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്തതുഹുൽ ബഅസാഉ വല്ലറാ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ മുൻകഴിഞ്ഞ ഒരുപാട് പ്രവാചകന്മാരും അനുചരന്മാരും ഈ ഭൂമിയിൽ മഹത്തായ ഇസ്ലാമിന് വേണ്ടി സംസാരിച്ചപ്പോൾ, ആ ഇസ്ലാമിന്റെ സംസ്കൃതിയിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചപ്പോൾ അവരെ മാലയിട്ടുകൊണ്ട് സ്വീകരിക്കാൻ ജനങ്ങളുണ്ടായിരുന്നില്ല. അവർക്ക് വേണ്ടി സ്തുതിപാഠകരുടെ സംഘമുണ്ടായിരുന്നില്ല. മറിച്ച് അവരെ കല്ലെറിയുകയും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ശകാരിക്കുകയും ആവും വിധം അവരെ ഉപദ്രവിക്കുകയും ചെയ്ത ഒരുപാട് ആളുകൾ അവരുടെ ഉപദ്രവങ്ങളൊക്കെ ഏറ്റുവാങ്ങുകയും അങ്ങനെ എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചതുപോലെ വളരെ കഠോരമായ പീഡനങ്ങളിലൂടെയും യാതനകളിലൂടെയും അവർ മുന്നോട്ട് പോവുകയും വസ്സുൽസിലു ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ്. ചില ഘട്ടങ്ങളിൽ അള്ളാഹുവിന്റെ സഹായം നമുക്ക് കിട്ടുകയില്ലേ എന്ന് ഓർത്തുപോയി. അത്രത്തോളം അവർ വിറച്ചുപോയി. അത്രത്തോളം പ്രയാസകരമായ ഘട്ടങ്ങളിലൂടെ മുൻഗാമികൾ കടന്നുപോയിട്ടുണ്ട്. അങ്ങനെ കടന്നുപോവാതെ, അങ്ങനെയുള്ള പരീക്ഷണങ്ങളിലൂടെ കടന്നുപോവാതെ നിങ്ങൾക്ക് സ്വർഗം ലഭ്യമാണോ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത് ആരോടാണ്? ശാന്തമായി നല്ല ഫാനുള്ള നല്ല ഒരു പള്ളിയുടെ ചുറ്റുവട്ടത്തിരുന്നു കൊണ്ട് ഇതുപോലെ പ്രസംഗങ്ങൾ കേൾക്കുന്നവരോടോ അല്ലെങ്കിൽ ശാന്തമായി പ്രസംഗിക്കുന്ന ഒരു പ്രസംഗകനോടോ അല്ല. മറിച്ച് ജീവിതത്തിൽ കടുത്ത യാതനകളും പ്രയാസങ്ങളും ഏറ്റുവാങ്ങി ശരീരത്തിൽ ചാട്ടവാറിന്റെ പ്രഹരമേറ്റതിന്റെ പാടുകളുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ച്
സഹാബികളോടാണ് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്, ഇതുപോലെയുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോവാതെ നിങ്ങൾക്ക് ഒരു മഹത്തായ സംസ്കൃതിയെ ലോകത്ത് സ്ഥാപിക്കാൻ സാധ്യമല്ല. ഏതൊരാദർശവും ഈ ഭൂമിയിൽ നിലനിൽക്കണമെങ്കിൽ ത്യാഗം അതിനാവശ്യമാണ്, അതിൻ്റെ മുന്നോടിയാണ്. ആ ആദർശത്തെ ഉൾക്കൊള്ളുന്നവരും അത് അംഗീകരിച്ച് ജീവിക്കുന്നവരും സുഖലോലുപതിയുടേതായ ഒരു സംസ്കൃതിയിൽ ലയിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അങ്ങനെ ഒരു ആദർശം ഇവിടെ സ്ഥാപിതമാകാൻ പോകുന്നില്ല എന്ന് സമൂഹത്തിൽ ഇതുപോലെയുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചവർ വിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തുകയുണ്ടായി. അങ്ങനെ പ്രയാസം അനുഭവിച്ചവരോടാണ് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മദീനയിലേക്ക് പലായനം ചെയ്യാൻ പറയുന്നത്. അങ്ങനെ പലായനം ചെയ്തു. മഹത്തായ ഒരു ഇസ്ലാമിക സംസ്കൃതിക്ക് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഖിലാഫത്തുൻ അലാ മിൻഹാജുൻ നുബുവ എന്ന് പറയുന്ന ഒരു മഹത്തായ ഇസ്ലാമിക സംസ്കൃതിക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്ഥിവാരമിട്ടു. ആ ഖിലാഫത്തിനെയും ആ സംസ്കൃതിയെയും അതിന്റെ തനതായ സ്വഭാവത്തിൽ നിലനിർത്തുക എന്നതായിരുന്നു മുസ്ലിം സമൂഹത്തിന്റെ ബാധ്യത. അള്ളാഹുവിന്റെ റസൂൽ, ആ റസൂലിനോടൊപ്പം മുഹാജിറുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരുപാട് സഹാബാക്കൾ എല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് പലായനം ചെയ്തത് നൈമിഷികമായ കേവലം പതിറ്റാണ്ടുകളോ അല്ലെങ്കിൽ വർഷങ്ങളോ നിലനിൽക്കുന്ന ഒരു ഇസ്ലാമിക സംസ്കൃതി ലോകത്ത് സ്ഥാപിക്കാനായിരുന്നില്ല, മറിച്ച് മഹത്തായ ഒരു ഇസ്ലാമിക സംസ്കൃതി ലോകത്ത് നിലനിർത്താനായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സ്ഥാപിച്ച ആ ഇസ്ലാമിക സാമൂഹിക ക്രമത്തെ ആ ഇസ്ലാമിന്റെ തനതായ അസ്ഥിവാരത്തിൽ നിലനിർത്തുക എന്നതായിരുന്നു മുസ്ലിം സമൂഹത്തിന്റെ ബാധ്യത. ആ ബാധ്യതകൾ ചരിത്രത്തിൽ പ്രവാചകന്റെ പിൻഗാമികളായ ഖുലഫാ റാഷിദുകൾ നിർവഹിക്കുകയുണ്ടായി. പക്ഷേ മഹാനായ 4ാം ഖലീഫ മഹാനായ അലി ഇബ്നു അബീ താലിബിന്റെ രക്തസാക്ഷിത്വത്തോടുകൂടി ഇസ്ലാമിക സംസ്കാരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. മഹത്തായ ഇസ്ലാമിക സംസ്കൃതിയെ തകർക്കാനും നശിപ്പിക്കാനും ആ സംസ്കൃതിയെ ചരിത്രത്തിൽ നിന്ന് എന്നേക്കുമായി പിഴുതെറിയാനുമുള്ള ശ്രമങ്ങളുണ്ടായി. ആ ശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്തവർ മക്ക മുശ്രിക്കുകളായിരുന്നില്ല. ആ ശ്രമത്തിന് നേതൃത്വം കൊടുത്തവർ മദീനയിൽ പ്രവാചകന്റെ നേരെ 18 അടവുകളും പ്രയോഗിച്ചുകൊണ്ട് പ്രവാചകനെ പരാജയപ്പെടുത്താൻ വേണ്ടി അവസരങ്ങൾ പാർത്തു കഴിഞ്ഞ ജൂതന്മാരായിരുന്നില്ല. മറിച്ച് ആ ശ്രമത്തിന് നേതൃത്വം കൊടുത്തത് ഇസ്ലാമിക സംസ്കൃതിയുടെ വാഹകരെന്ന് അവകാശപ്പെടുന്ന, ഇസ്ലാമിക സംസ്കാരത്തിന്റെ പിന്മുറക്കാർ എന്നവകാശപ്പെടുന്ന മുസ്ലിം സമൂഹത്തിൽ തന്നെയുള്ള ഒരു വിഭാഗമായിരുന്നു. ഇങ്ങനെയുള്ള ശ്രമം ചരിത്രത്തിൽ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റയിലൂടെ സ്ഥാപിച്ച ഖിലാഫത്തുൻ അലാ മിൻഹാജുൻ നുബുവ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇസ്ലാമിക സാമൂഹിക ക്രമം, ആ സാമൂഹിക ക്രമത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സാമൂഹിക ക്രമത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ എന്തിനാണ് അങ്ങനെയുള്ളൊരു സാമൂഹിക ക്രമം എന്ന ചോദ്യത്തിന് വിശുദ്ധ ഖുർആൻ തന്നെ നൽകിയ മറുപടി ലിയഖൂമന്നാസു ബിൽ ഖിസ്തി, ജനങ്ങൾക്കിടയിൽ നീതിയും ന്യായവും നിലനിർത്തുന്ന ഒരു സാമൂഹിക ക്രമമാണ് ഇസ്ലാമിന്റെ സാമൂഹിക ക്രമം എന്നായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോൾ പോലും ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാതി വഅൻസൽനാ മഅഹുമുൽ കിതാബ വൽ മീസാന ലിയഖൂമന്നാസു ബിൽ ഖിസ്ത് വഅൻസൽനൽ ഹദീദ ഫീഹി ബഅസുൻ ശദീദ് വമനാഫിഉ ലിന്നാസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർക്ക് വ്യക്തമായ സന്ദേശങ്ങളും അതോടൊപ്പം തന്നെ അവരോടൊപ്പം അല്ലാഹു ഗ്രന്ഥവും ക്ലാസും ഇറക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ നീതിയിൽ അവരെ നിലനിർത്താൻ വേണ്ടി അള്ളാഹു ഇരുമ്പും ഇറക്കിയിരിക്കുന്നു. ഇരുമ്പ് എന്ന് പറയുന്ന ഈ പദപ്രയോഗത്തെ വിശകലനം ചെയ്തുകൊണ്ട് ഒരുപാട് മുഫസ്സിറുകൾ അധികാര ശക്തിയാണ് ഹദീദ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും, അധികാരത്തിന്റെ താല്പര്യം ഏതെങ്കിലും ഒരു വിഭാഗത്തിന് അധികാരം ലഭിച്ചുകൊണ്ട് അവർക്ക് സുഖിക്കാനും ആസ്വദിക്കാനും അനുഭവിക്കാനുമുള്ള ഒരവസരം ഒരിക്കലല്ല, മറിച്ച് സമൂഹത്തിൽ നീതി നിലനിർത്താനാണ് എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുലഫാഉർ റാഷിദുകളും ചരിത്രത്തിൽ നിർവഹിച്ച ദൗത്യം അതായിരുന്നു. അങ്ങനെ ഈ സാമൂഹിക ക്രമം നീതി നിർവഹിക്കാനുള്ള ഒരു ക്രമമായിരുന്നു. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ, അല്ലാഹുവിന്റെ അമാനത്തുകൾ അതിനർഹതപ്പെട്ടവർക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം. വൈദാ ഹകംതും ബൈനന്നാസി അൻ തഹ്കുമു ബിൽ അദ്ൽ,
നിങ്ങൾ ജനങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കുകയാണ് എങ്കിൽ നീതിപൂർവം വിധി കൽപ്പിക്കണം. അള്ളാഹുവിന്റെ അമാനത്തുകൾ അർഹതപ്പെട്ടവർക്ക് ഏൽപ്പിച്ചു കൊടുക്കണമെന്ന ഈ ഖുർആനിക ആയത്തിനെ വിശകലനം ചെയ്തുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിന്റെ ഉത്തരവാദിത്വം നീതിനിഷ്ഠരായ മുത്തഖീങ്ങളായ ഭക്തരായ മുസ്ലിങ്ങളുടെ കൈകളിലായിരിക്കണമെന്ന് ഒരുപാട് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഖിലാഫത്തുൻ അലാ മിൻഹാജുൻ നുബുവ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റയിലൂടെ പടുത്തുയർത്തിയ മദീന കേന്ദ്രീകൃതമായുള്ള ഇസ്ലാമിക സംസ്കാരം ഇങ്ങനെയുള്ള ഒരു സംസ്കൃതിയായിരുന്നു. പക്ഷേ പിൽക്കാലത്ത് അമീർ മുആവിയ അധികാരമേറ്റെടുത്തതോടുകൂടി ഇസ്ലാമിക സമൂഹത്തെ ഈ സ്വഭാവത്തിൽ നിലനിർത്തുന്നതിന് പകരം അതിനെ ഈ ഇസ്ലാമിക സംസ്കാരത്തെ എല്ലാ അർത്ഥത്തിലും വ്യതിചലിപ്പിക്കാനുള്ള ശ്രമങ്ങളുണ്ടായി. ഈ ശ്രമങ്ങളുണ്ടായപ്പോഴാണ് ചരിത്രത്തിൽ കർബല എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു അശൂറ നാളിൽ മുഹറം 10 മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പൗത്രൻ മഹാനായ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്നത്. മുഹറം എന്ന് പറയുന്ന ഒരു മാസത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ഹിജ്റയുമായി ബന്ധപ്പെട്ട് സ്മരിക്കുമ്പോൾ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിലാഫത്തുൻ അലാ മിൻഹാജുൻ നുബുവ അത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി നടത്തിയ ഒരു നീക്കമാണ്. കർബലയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ഥാപിക്കുകയും പതിറ്റാണ്ടുകളോളം സച്ചരിതരായ ഖലീഫമാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഖുലഫാഉർ റാഷിദുകൾ ചരിത്രത്തിൽ വളരെ സുന്ദരമായി നിലനിർത്തുകയും ചെയ്ത ഈ ഖിലാഫത്തിനെ അതിന്റെ തനിമയിൽ നിന്ന് വ്യതിചലിപ്പിക്കാനും ആ ഖിലാഫത്തിനെ നശിപ്പിക്കാനും മുസ്ലിം സമൂഹത്തിലെ ഒരു വിഭാഗം ശ്രമിച്ചപ്പോൾ അതിനെതിരെ ആ ശ്രമത്തിന് മുമ്പിൽ പകച്ചു നിൽക്കണമോ, ആ ശ്രമത്തിന് മുമ്പിൽ ഒരു കാഴ്ചക്കാരനെ പോലെ മൗനം പാലിച്ചു നിൽക്കണമോ, ആ ശ്രമത്തെ ചെറുത്ത് തോൽപ്പിക്കാൻ വേണ്ടി സാധ്യമായതെന്തെങ്കിലും ചെയ്യണമോ എന്നത് ഏതൊരു വിശ്വാസിയുടെയും മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു. ഈ പ്രശ്നത്തിന് മഹാനായ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു കണ്ടെത്തിയ വഴി ഈ ശ്രമത്തിന് മുമ്പിൽ നിസ്സംഗം ഒരു കാഴ്ചക്കാരനെ പോലെ നിൽക്കാൻ എനിക്ക് സാധ്യമല്ല. ഈ ശ്രമത്തിന് മുമ്പിൽ ഇങ്ങനെയുള്ള വലിയ തോന്നിയവാസങ്ങളും അതിക്രമങ്ങളും ഇസ്ലാമിക സമൂഹത്തിന്റെ പേരുപയോഗപ്പെടുത്തിക്കൊണ്ട് പടർന്ന് പന്തലിച്ചു നിൽക്കുമ്പോൾ ഒരു പാസീവായ ഒരു കാഴ്ചക്കാരനെ പോലെ കാഴ്ചക്കാരനായി നിൽക്കാൻ എനിക്ക് സാധ്യമല്ല. സാധ്യമായതെന്തെങ്കിലും ചെയ്തേ മതിയാകൂ. മഹാനായ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഭരണകൂടത്തിനെതിരെയാണ് അദ്ദേഹത്തിന് പോരാടാനുള്ളത്. ആ പോരാട്ടം പരാജയപ്പെടാനുള്ള സർവ്വ സാധ്യതയുമുള്ള ഒരു പോരാട്ടമായിരുന്നു. പക്ഷേ പരാജയമോ അല്ലെങ്കിൽ വിജയമോ എന്നതല്ല പ്രശ്നം. ഇസ്ലാമിനെ അതിന്റെ മൗലികമായ പരിശുദ്ധിയിൽ നിലനിർത്തുക എന്നത് മുസ്ലിം സമൂഹത്തിലെ ഒരംഗമെന്ന അർത്ഥത്തിൽ തന്റെ ബാധ്യതയാണ് എന്ന ഒരു തിരിച്ചറിവ്, ആ തിരിച്ചറിവിൽ നിന്നാണ് പരാജയപ്പെടാൻ സർവ്വ സാധ്യതയുമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ഒരു പോരാട്ടത്തിൽ ഒരു സമരത്തിനിറങ്ങി പുറപ്പെടാൻ മഹാനായ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു തീരുമാനിക്കാനുള്ള കാരണം. സഹോദരന്മാരെ, മഹാനായ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകങ്ങളെക്കുറിച്ച് നമ്മൾ വിശകലനം ചെയ്യേണ്ടത്. ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, ഖിലാഫത്തുൻ അലാ മിൻഹാജുൻ നുബുവ എന്ന് പറയുന്ന ഇസ്ലാമിക സംസ്കാരത്തിന്റെ സവിശേഷതകൾ എന്താണ്? ആ സവിശേഷതകളിൽ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് ഭരണകൂടം നീതിയുടെയും ന്യായവും നടപ്പാക്കുന്ന ഒരു സ്ഥാപനമായിരിക്കണം ഭരണകൂടം എന്നതും. ആ ഭരണകൂടത്തിൽ ഏതൊരു ഭരണാധികാരിയും അള്ളാഹുവിന്റെ മുമ്പിൽ ഉത്തരം ബോധിപ്പിക്കേണ്ടതുണ്ട് എന്നുമുള്ള ബോധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലും അൻ റഇയ്യതിഹി. നിങ്ങളെല്ലാവരും ഭരണാധികാരികളാണ്. നിങ്ങളെല്ലാവരും ഭരണാധികാരികൾ, വീട്ടിന്റെ ഭരണാധികാരികളാണ്. അതുപോലെ തന്നെ സ്ത്രീകൾ അവരുടെ വീട്ടിന്റെ ഭരണാധികാരികളാണ്. അടിമകൾ പോലും വേലക്കാർ പോലും അവരുടെ യജമാനന്റെ കാര്യങ്ങൾ നോക്കുന്ന ഭരണാധികാരിയാണ്. വകുല്ലുക്കും മസ്ഊലും അൻ റഇയ്യതിഹി. എല്ലാവരും അവരുടെ പ്രജകളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഫൽ ഇമാമു റഇൻ. ഭരണാധികാരിയാണ് ഇമാം, നേതാവ്, അദ്ദേഹം ഒരു ഭരണാധികാരിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ പ്രജകളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. ഇങ്ങനെ സർവ്വ ആളുകളും തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഉത്തരം ബോധിപ്പിക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ എന്ന വളരെ കൃത്യമായ ഒരു ബോധം
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആരംഭ ദശയിൽ തന്നെ ഇസ്ലാമിക സമൂഹത്തെ പഠിപ്പിക്കുകയുണ്ടായി. ആ ബോധത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നന്മ കൽപ്പിക്കാനും തിന്മ നിരോധിക്കുക എന്നുമുള്ള ശ്രമം നിങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. വൽതകും മിൻകും ഉമ്മത്തും യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. നിങ്ങളുടെ കൂട്ടത്തിൽ നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും അല്ലാഹുവിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ടാകട്ടെ എന്നും ഭരണകൂടത്തിന്റെ മൗലികമായ ഉത്തരവാദിത്തമാണ് ഈ ഉത്തരവാദിത്തം എന്നുമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. പക്ഷേ പിൽക്കാലത്ത് അമീർ മുആവിയ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി സ്വന്തം മകനായ യസീദിനെ അവരോധിച്ചതോടുകൂടി ഭരണകൂടം ഉത്തരവാദിത്ത ബോധമില്ലാത്ത ഒരു സ്ഥാപനമായി മാറി. പുതിയ രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കലും അങ്ങനെ രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച് അവിടെ കൂടുതൽ നികുതികൾ നടപ്പാക്കലും നികുതി വസൂലാക്കലും ആ നികുതി ഉപയോഗിച്ചുകൊണ്ട് അധികാരികളും അധികാരികളുടെ കുടുംബവും തോന്നിയതുപോലെ ജീവിക്കുകയും ചെയ്യുക എന്നതായി ഇസ്ലാമിക സമൂഹത്തിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ സൃഷ്ടിക്കപ്പെടുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഘടനയ്ക്ക് വിരുദ്ധമായ ഒരു ഘടന, ഖുലഫാഉർ റാഷിദുകൾ നമുക്ക് കാണിച്ചു തന്ന മാതൃകയ്ക്ക് വിരുദ്ധമായ ഒരു ഘടന, ഉത്തരവാദിത്ത ബോധമുള്ള ഒരു സ്ഥാപനം എന്ന അർത്ഥത്തിൽ ഭരണകൂടങ്ങൾ വിലയിരുത്തപ്പെടുന്നതിന് പകരം നിരുത്തരവാദപരമായി പെരുമാറുകയും അങ്ങനെ ജനങ്ങളെ മർദ്ദിക്കുകയും ജനങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ജനങ്ങളുടെ നികുതി അന്യായമായി വസൂലാക്കുകയും അതുപയോഗിച്ചുകൊണ്ട് ഹരിത കൊട്ടാരങ്ങൾ സൃഷ്ടിക്കുകയും അങ്ങനെ പണം ഉപയോഗിച്ചുകൊണ്ട് സുഖിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമായി മുസ്ലിം ഭരണാധികാരികൾ മാറുകയുണ്ടായി. ഇത്തരം ഒരു ചരിത്ര പശ്ചാത്തലത്തിലാണ് മഹാനായ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു അഫ്ദലുൽ ജിഹാദി കലിമത്തു ഹഖ്ഖിൻ ഇൻദ സുൽത്താനിൻ ജായിർ, അതിക്രമിയായ ഭരണകൂടത്തിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് സത്യം വിളിച്ചു പറയലാണ് ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസിദ്ധമായ ഒരു ഹദീസ്. ആ ഹദീസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മർദ്ദകനായ യസീദിനെതിരെ ഇമാം ഹുസൈൻ രംഗത്ത് പറഞ്ഞത്. ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ലക്ഷ്യം അധികാരമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ലക്ഷ്യം യസീദിന് അവകാശപ്പെട്ട ഈ ഭരണാധികാരം എനിക്കവകാശപ്പെട്ടതാണ് എന്ന് ഇന്ന് ലോകത്ത് പല മുസ്ലിം നാടുകളിലും മുസ്ലിം സംഘങ്ങളും മുസ്ലിം പോരാളി ഗ്രൂപ്പുകളും തമ്മിലുള്ള അധികാര വടംവലിക്ക് ലോകം സാക്ഷിയാകുന്നുണ്ട്. ആ സ്വഭാവത്തിൽ ഒരധികാരം യസീദിന് അവകാശപ്പെട്ടതല്ല, എനിക്ക് ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രൻ എന്ന അർത്ഥത്തിൽ തനിക്കവകാശപ്പെട്ടതാണ് എന്ന ഒരു ചിന്തയിൽ നിന്നായിരുന്നില്ല മഹാനായ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു യസീദിനെതിരെ രംഗത്ത് വരുന്നത്. അങ്ങനെ രംഗത്ത് വരാൻ മാത്രം ഇസ്ലാമിക സംസ്കാരം അറിയാത്ത ഒരാളാണ് ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്ന് നമുക്ക് കരുതാൻ സാധ്യമല്ല. മറിച്ച് അഫ്ദലുൽ ജിഹാദി കലിമത്തു ഹഖ്ഖിൻ ഇൻദ സുൽത്താനിൻ ജായിർ, അതിക്രമിയായ ഒരു ഭരണാധികാരി മർദ്ദനത്തിന്റെയും അതിക്രമത്തിന്റെയും പിൻബലത്തോടുകൂടി ജനങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു മുസ്ലിം മൗനം പാലിക്കേണ്ടതുണ്ടോ? യഗ്ദിലുഹു അഖ്റബു ലിത്തഖ്വ. അതുപോലെ തന്നെ ഉമിർതു ലിഅദ്ല ബൈനക്കും, എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്കിടയിൽ നീതി സ്ഥാപിക്കാൻ വേണ്ടി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പശ്ചാത്തലമാക്കിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ യഗ്ദിലുഹു അഖ്റബു ലിത്തഖ്വ, നിങ്ങൾ ജനങ്ങൾക്കിടയിൽ നീതി നിലനിർത്തുക, അത് തഖ്വയോട് ഏറ്റവും അടുത്ത ഒരു അടുത്ത സംഗതിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ നീതി എന്ന് പറയുന്ന മഹത്തായ മൂല്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഇസ്ലാമിക സംസ്കൃതി, ആ സംസ്കൃതിയെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മൗനം പാലിക്കാൻ സാധ്യമായിരുന്നില്ല. അവിടെ നിന്നാണ് അദ്ദേഹം ഈ പോരാട്ടത്തിന് ഇറങ്ങി പുറപ്പെടുന്നത്. ഇസ്ലാമിക സാമൂഹിക ക്രമത്തിന്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത, ഇസ്ലാമിക സമൂഹത്തിൽ ഭരണാധികാരികൾ തെരഞ്ഞെടുക്കപ്പെട്ടത് ഭരണാധികാരികൾ ജനങ്ങളുടെ അഭീഷ്ടപ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ടു എന്നതായിരുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ അദ്ദേഹം ആരെയും പിൻഗാമിയായി നിശ്ചയിച്ചില്ല. മറിച്ച് സഹാബാക്കൾ ഒരുമിച്ച് ചേരുകയും എന്നിട്ട് തങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനും ഏറ്റവും യോഗ്യനും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഖലീഫയായി നിശ്ചയിക്കുകയുമാണ് ചെയ്തത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആകട്ടെ മരണാസന്നനാകുന്നതിന്റെ ഘട്ടത്തിൽ അദ്ദേഹം തന്റെ പ്രിയപ്പെട്ട ഉത്തമരിൽ ഉത്തമരായ സഹാബാക്കൾ വിളിച്ചു ചേർത്തുകൊണ്ട് അന്വേഷിക്കുന്നു, ആരെയാണ് ഖലീഫയാക്കേണ്ടത്? മഹാഭൂരിഭാഗം ആളുകളും ഇതിന് ഏറ്റവും അർഹൻ
മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ ഖലീഫയായി നിശ്ചയിക്കുകയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആകട്ടെ തന്റെ ശേഷം ആരെയാണ് ഖലീഫയായി തെരഞ്ഞെടുക്കേണ്ടത്, ആരെയാണ് നിശ്ചയിക്കേണ്ടത് എന്ന വിഷയത്തിൽ മുസ്ലിം സമൂഹത്തിൽ ഒരഭിപ്രായ ഭിന്നതയില്ലാതിരിക്കാൻ വേണ്ടി 6 അംഗങ്ങളുള്ള ഒരു കൂടിയാലോചന സമിതിയെ ആ ചുമതലയേൽപ്പിക്കുകയാണ്. ഏറ്റവും പ്രഗത്ഭരായ സഹാബാക്കളാണ് ആ കൂടിയാലോചന സമിതിയിലുള്ളത്. ആ കാലഘട്ടത്തിൽ ഏറ്റവും പ്രഗത്ഭനായ മറ്റൊരു വ്യക്തിത്വമായിരുന്നു മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പുത്രൻ അബ്ദുല്ലാഹിബ്നു ഉമർ. അബ്ദുല്ലാഹിബ്നു ഉമർ എന്ന് പറഞ്ഞാൽ ഏറ്റവും യോഗ്യനായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു. മഹാനായ ഉമർ ബിൻ ഖത്താബ് പറയുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ അബ്ദുല്ലാഹിബ്നു ഉമറിനോട് കൂടിയാലോചന നടത്താം, പക്ഷേ ഒരിക്കലും അദ്ദേഹത്തെ ഖലീഫയാക്കാൻ പാടില്ല. ഈ 6 അംഗ സംഘത്തിൽ നിന്ന് ആരെയെങ്കിലും നിങ്ങൾക്ക് ഖലീഫയാക്കാം, എന്റെ മകനെ കൂടിയാലോചനയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താമെങ്കിൽ പോലും അദ്ദേഹത്തെ ഖലീഫയാക്കാൻ പാടില്ല. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് പറയുകയാണ്, ഖലീഫ എന്ന് പറയുന്ന ഖിലാഫത്ത് എന്ന് പറയുന്ന ഈ ഭാരം കനത്ത ഭാരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ ഭരണാധികാരികളാണ് കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുക. ഭരണാധികാരികൾ എന്ന് പറഞ്ഞാൽ വെറും രാജാവും പ്രധാനമന്ത്രിയുമാണ് എന്ന് നിങ്ങൾ കരുതണ്ട. അതൊരു പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണെങ്കിൽ അദ്ദേഹം, ഒരു മദ്രസയുടെ ഭാരവാഹിയാണെങ്കിൽ അദ്ദേഹം, ഒരു സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയാണെങ്കിൽ അദ്ദേഹം, എല്ലാവരും സാധാരണക്കാരനായ പ്രജകളെക്കാൾ കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുമെന്നും അവരുടെ വിചാരണയാണ് കടുത്ത വിചാരണ എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് പറയുകയാണ്, ഖത്താബിന്റെ കുടുംബത്തിന് ഖിലാഫത്ത് ലഭിച്ചു എന്നത് ഒരു നന്മയാണ് എങ്കിൽ ഖത്താബിന്റെ കുടുംബത്തിന് ആ നന്മ ലഭിച്ചു കഴിഞ്ഞു, ഇനി ആരും ഈ നന്മ പേറേണ്ടതില്ല. അത് തിന്മയാണ് എങ്കിൽ ഖത്താബിന്റെ കുടുംബത്തിൽ നിന്ന് ഈ എളിയവൻ തന്നെ മതി ആ ഭാരം ചുമന്നവനായിട്ട്. ഇനി വേറെ ഒരാളും അത് ചുമന്നിട്ട് ഈ കുടുംബത്തിൽ ഒരാൾ കൂടി ചുമന്നിട്ട് അതിന്റെ ഭാരം താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകാൻ പാടില്ല. അതുകൊണ്ട് എന്റെ മകനെ ഖലീഫയാക്കരുത്. ഇതാണ് ഇസ്ലാമിക സംസ്കൃതി. ഒരാൾ മരിച്ചാൽ അയാളുടെ മകൻ എന്ന് പറയുന്ന പാരമ്പര്യത്തിലും ആചാരത്തിലും അധിഷ്ഠിതമായ ഒരു ഇസ്ലാമിക സംസ്കൃതിയെക്കുറിച്ച്, മുലൂക്കിയത്തിന്റെ ഒരു സംസ്കൃതി ഇന്ന് മുസ്ലിം നാടുകളിലാണ് ലോകത്ത് നിലനിൽക്കുന്നത്, മറ്റൊരു നാട്ടിലുമില്ല. എന്നാൽ മഹത്തായ ഇസ്ലാമിക സംസ്കൃതി, ഖിലാഫത്തുൻ അലാ മിൻഹാജുൻ നുബുവ എന്ന് പഠിപ്പിച്ചു കൊടുത്ത മഹത്തായ ഇസ്ലാമിക സംസ്കൃതി, ആ സംസ്കൃതിയെ ഉൾക്കൊള്ളുന്നതിന് ലോകം തന്നെ, ആ സംസ്കാരമില്ലാത്ത ലോകത്തുള്ള പടിഞ്ഞാറും കിഴക്കുമുള്ള ഒരുപാട് രാജ്യങ്ങൾ ഭരണകൂടങ്ങളെ കുടുംബ വംശ മഹിമയിൽ നിന്നും പാരമ്പര്യത്തിൽ നിന്നും മോചിപ്പിച്ചിട്ട് ജനങ്ങളുടെ അഭീഷ്ടമനുസരിച്ചുകൊണ്ട് ഭരണകൂടങ്ങളെ തെരഞ്ഞെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് വളർന്നിട്ടുണ്ടെങ്കിലും മുസ്ലിം നാടുകളിൽ 90 വയസ്സായ ആളുകൾക്ക് പോലും അധികാരം വിട്ടൊഴിയാൻ താല്പര്യമില്ല. തന്റെ മകനെ ഭരണാധികാരിയാക്കി മാറ്റിയേ മതിയാകൂ എന്ന മുലൂക്കിയത്തിന്റെയും ഏകാധിപത്യത്തിന്റെയും സ്വേച്ഛാപ്രമത്തതയുടേതുമായ കടുത്ത മനുഷ്യവിരുദ്ധമായ ഉദാഹരണങ്ങൾ മുസ്ലിം നാടുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. മഹാനായ റസൂലിന്റെയും ഖുലഫാ റാഷിദുകളുടെയും പാരമ്പര്യത്തിന് വിരുദ്ധമായ ഈ സമ്പ്രദായത്തിന് മുആവിയ എന്ന് പറയുന്ന ഭരണാധികാരി തുടക്കം കുറിച്ചപ്പോൾ അദ്ദേഹം ജനങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളിൽ നിന്ന് ബൈഅത്ത് വാങ്ങുകയാണ്. തന്റെ മകനാണ് തന്റെ പിൻഗാമിയായി വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയാണ്. ഷാമിലെ ജനങ്ങളെ തന്റെ വരുതിയിലാക്കിയതിനു ശേഷം ഹിജാസിലെയും മക്കയിലെയും ജനങ്ങളെ വരുതിയിലാക്കാൻ വേണ്ടി ഇബ്നു അസീർ എന്ന് പറയുന്ന ഇസ്ലാമിക ചരിത്രകാരൻ രേഖപ്പെടുത്തുകയാണ്, മക്കയിലെ ജനങ്ങളെ കൊണ്ട് നിർബന്ധപൂർവം ബൈഅത്ത് ചെയ്യാൻ വേണ്ടി അദ്ദേഹം മക്കയിലേക്ക് ഒരാളെ പറഞ്ഞേക്കുന്നു. അദ്ദേഹം വിജയിക്കുന്നതിന് ശേഷം മുആവിയ തന്നെ നേരിട്ട് പോയിട്ട് ജനങ്ങളെ കൊണ്ട് ബൈഅത്ത് ചെയ്യിപ്പിക്കുകയാണ്. എന്റെ മകനാണ് എനിക്ക് ശേഷമുള്ള ഭരണാധികാരി. മഹാനായ അബ്ദുല്ലാഹിബ്നു സുബൈർ എന്ന് പറയുന്ന മഹാനായ സഹാബിവര്യൻ അദ്ദേഹം പറയുന്നു, റസൂലിന്റെയും ഖുലഫാ റാഷിദുകളുടെയും മാതൃകക്കെതിരാണിതിര്. ഇതുവരെ തന്നെ മറുപടി അദ്ദേഹം ഊരിപ്പിടിച്ച വാളുമായി എഴുന്നേറ്റെന്നുകൊണ്ട് പറയുകയാണ്, എങ്കിൽ അറിഞ്ഞുകൊള്ളുക, ആരെങ്കിലും ഞാൻ പറയുന്നതിനെതിരായി സംസാരിച്ചാൽ അവന്റെ ഉടലും തലയും തമ്മിലുള്ള ബന്ധം അറ്റുപോകും. മഹാനായ ഈ സ്വഭാവത്തിൽ മഹാന്മാരായ സഹാബാക്കളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ബൈഅത്ത് ചെയ്യുന്ന വളരെ ഇസ്ലാമിക വിരുദ്ധമായ ഒരു ഇസ്ലാമിക സംസ്കൃതിയിലേക്ക്, മഹത്തായ ഇസ്ലാമിനെ ആ തെറ്റായ ഒരു പ്രവണതയിലേക്ക് ഇസ്ലാമിന്റെ പേരിൽ തന്നെ ചിലർ കൊണ്ടുപോവുകയുണ്ടായി. ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറയുന്ന ഭരണാധികാരി പള്ളികളിൽ ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് ഞാൻ പഴുത്തു പാകമായ ചില തലകൾ കാണുന്നുണ്ട്,
അത് പഴുത്ത് പാകമായിട്ടുണ്ട്, അത് വെട്ടിയെടുക്കുന്ന ആൾ ഞാനായിരിക്കും അതിന്റെ ഉടമ എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിയുടെ സ്വഭാവത്തിൽ ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെയാണ് യസീദ് എന്ന് പറയുന്ന അക്രമിയായ ഒരാൾ ഭരണാധികാരിയായി മാറിയിരിക്കുന്നത്. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ മഹാനായ ഇമാം ഹുസൈൻ മൗനം പാലിക്കണമായിരുന്നു. അദ്ദേഹം ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഖിലാഫത്തുൻ അലാ മിൻഹാജുൻ നുബുവയെ വീണ്ടും അതിന്റെ തനിമയോടുകൂടെ നിലനിർത്താൻ വേണ്ടി ഈ കടുത്ത അനീതിക്കെതിരെ ഞാൻ ഇറങ്ങിപ്പുറപ്പെടണമെന്ന് അദ്ദേഹം തീരുമാനിക്കുന്നത്. മൂന്നാമതായി സ്വതന്ത്രമായി കൂടിയാലോചന നടത്തിക്കൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കുക എന്നതായിരുന്നു ഇസ്ലാമിക സംസ്കൃതിയുടെ പ്രത്യേകത. വഅംറുഹും ശൂറാ ബൈനഹും, കൂടിയാലോചിച്ചുകൊണ്ടാണ് ജനങ്ങൾ തീരുമാനം കൽപ്പിക്കുന്നത് എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നത് വശാവിറുഹും ഫിൽ അംരി, ജനങ്ങളോട് കൂടിയാലോചിക്കുക. ഒരു ഏകാധിപതിയെ പോലെ, ഒരു സ്വേച്ഛാ പ്രമഥനെ പോലെ ഞാനാണ് നേതാവ്, അതുകൊണ്ട് ഞാൻ പറയുന്നതനുസരിച്ചുകൊണ്ട് നിങ്ങൾ പോകണമെന്ന് ജനങ്ങളോട് പറയുന്ന, അനുയായികളോട് പറയുന്ന ഒരു സംസ്കാരമല്ല ഇസ്ലാം നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. മറിച്ച് സമൂഹത്തിൽ പാണ്ഡിത്യവും ഭക്തിയുമുള്ള പ്രാഗൽഭ്യവുമുള്ള ആളുകളോട് കൂടിയാലോചിച്ചുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു സംസ്കാരം. ഈ സംസ്കാരത്തെ യസീദ് തല്ലിത്തകർക്കുകയും പകരം കുടുംബക്കാരോട് മാത്രം കാര്യങ്ങൾ ആലോചിക്കുകയും സ്തുതിപാഠകരെയും അതുപോലെ തന്നെ റാൻമൂളികളെയും തന്റെ കൊട്ടാരത്തിലും തന്റെ പരിവാരങ്ങളിലും ഉൾപ്പെടുത്തുകയും അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തെ തെറ്റായ വഴിയിലേക്ക് നയിക്കുകയും ചെയ്തപ്പോൾ ഇസ്ലാമിന്റെ ഈ മഹത്തായ മൗലികമായ തനിമ തിരിച്ചെടുക്കുക എന്നത് സഹാബാക്കളിൽ പ്രമുഖനായ മഹാനായ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ബാധ്യതയായിരുന്നു. അദ്ദേഹം അത് ഏറ്റെടുത്ത് നിർവഹിക്കുകയാണ്. നാലാമതായി ഇസ്ലാമിക സംസ്കൃതിയെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ജനങ്ങളുടെ അഭിപ്രായത്തിനും വില കൽപ്പിക്കുന്ന ഒരു സംസ്കാരത്തെയാണ് ഇസ്ലാം നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു സംസാരിക്കുമ്പോൾ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു സ്ത്രീ അദ്ദേഹത്തെ തിരുത്തുന്ന ചരിത്രം നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തന്നെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കുക എന്ന് പറയുമ്പോൾ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നു, സാധ്യമല്ല, നിങ്ങൾ പറയുന്നത് കേൾക്കാൻ എനിക്ക് സാധ്യമല്ല. എന്താണ് കാരണമെന്ന് അദ്ദേഹം പറയുകയാണ്. യമനിൽ നിന്ന് വന്നിരിക്കുന്ന ബൈത്തുൽ മാലിന്റെ സ്വത്തിൽ നിന്ന് എല്ലാവർക്കും ഒരു തുണിക്കഷ്ണം വീതിച്ചു നൽകിയപ്പോൾ എനിക്കും ഒരു ഓഹരി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് വസ്ത്രം തുന്നാൻ സാധിച്ചിട്ടില്ല. പക്ഷേ താങ്കൾ അതേ തുണി ഉപയോഗിച്ചുകൊണ്ട് നീളം കുപ്പായം തുന്നിയിരിക്കുകയാണ്, താങ്കൾക്ക് എവിടെ നിന്നത് കിട്ടി? അതിന്റെ കണക്ക് എനിക്കറിയണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സദസ്സിലിരിക്കുന്ന സ്വന്തം മകനായ അബ്ദുല്ലാഹിനോട് പറയുകയാണ്, വിശദീകരിക്കും മകൻ. അദ്ദേഹം പറയുന്നു, എന്റെ വിഹിതം കൂടി ഞാൻ എന്റെ പിതാവിന് കൊടുത്തു, രണ്ടും കൂട്ടിയിട്ടാണ് അദ്ദേഹം ആ വസ്ത്രം തുന്നിയിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ, എങ്കിൽ താങ്കൾ പറയുക, ഞാൻ അനുസരിച്ചു കൊള്ളുമെന്ന് പറഞ്ഞ ജനങ്ങൾ. മഹാൻ ഉമർ ഇബ്നുൽ ഖത്താബ് തന്നെ, ഞാൻ തെറ്റ് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾ എന്നെ ശരിപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ സദസ്സിൽ നിന്നൊരാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നു, വാളിന്റെ തല കൊണ്ടായിരിക്കും ഞങ്ങൾ താങ്കളെ ശരിപ്പെടുത്തുക തെറ്റ് ചെയ്യുകയാണ് എങ്കിൽ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് പറയുകയാണ്, ഒരു ഭരണാധികാരിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് വാളിന്റെ തല കൊണ്ട് അദ്ദേഹത്തെ ശരിപ്പെടുത്തുമെന്ന് പറയാൻ ആർജവമുള്ള ഒരു മനുഷ്യനെ സംഭാവന ചെയ്തതിന് അല്ലാഹുവിനോട് സ്തുതി. ഇതാണ് ഇസ്ലാം. ഈ സ്വഭാവത്തിലുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഇത് ഇസ്ലാമിക ഭരണകൂടത്തിൽ മാത്രം നിൽക്കേണ്ടതല്ല, ഇസ്ലാമിന്റെ എല്ലാ കൂട്ടായ്മകളിലും നിൽക്കേണ്ട അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. വിമർശിക്കാനും വിശകലനം ചെയ്യാനും അതുപോലെ തന്നെ തെറ്റുകളെ വിചാരണ ചെയ്യാനുമുള്ള മൗലികമായ സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യമാണ് യസീദിന്റെ ഭരണകൂടത്തോടുകൂടി എന്നേക്കുമായി ഇല്ലാതായി പോയത്. അതുപോലെ തന്നെ ഇസ്ലാമിക സംസ്കാരത്തിന്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകതയായിരുന്നു ബൈത്തുൽ മാൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ, അത് ജനങ്ങളുടെ അമാനത്തും അള്ളാഹുവിനോടുള്ള നമ്മുടെ ഒരു ബാധ്യതയുമാണ്. അതിൽ നിന്നൊരു കഷ്ണം പോലും അനാവശ്യമായി ചെലവഴിക്കാൻ പാടില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാം ഹസൻ റളിയല്ലാഹു അൻഹു തന്റെ പേരക്കുട്ടി ചെറിയ കുഞ്ഞായിരിക്കെ ഒരു കാരക്ക ബൈത്തുൽ മാലിൽ നിന്നെടുത്തപ്പോൾ അതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ആ കാരക്ക പിഴുതിങ്ങോട്ട് പുറത്തെടുത്തു എന്ന് ചരിത്രഗ്രന്ഥത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഇസ്ലാമിന്റെ സംസ്കാരത്തിന് ഒരു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ അവർക്ക് മര്യാദക്ക് ഭക്ഷണം കിട്ടുന്നത് വരെ ഞാൻ ഭക്ഷണം കഴിക്കുകയില്ല എന്നും ബൈത്തുൽ മാലിൽ നിന്നുള്ള ന്യായമായ വിഹിതം പോലും താൻ ഉപയോഗിക്കുകയില്ല എന്നും ശപഥം ചെയ്തതായി ചരിത്രഗ്രന്ഥത്തിൽ വായിക്കാൻ സാധിക്കുന്നു. ഇസ്ലാമിന്റെ സ്വത്ത്, ബൈത്തുൽ മാലിലെ സ്വത്ത്, അത് രാജാക്കന്മാരുടെയും
ഭരണാധികാരികളുടെയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ല എന്നും ജനങ്ങളുടെ മൗലികമായ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ് എന്നതും ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമായിരുന്നു. ഈ അടിസ്ഥാനത്തെ നശിപ്പിച്ചുകൊണ്ടാണ് യസീദും യസീദിന്റെ പിന്മുറക്കാരും തങ്ങൾക്ക് വേണ്ടി സ്തുതിപാടി നടക്കുന്നവർക്ക് വാരിക്കോരി പണം ചെലവഴിക്കുകയും ഹരിത കൊട്ടാരങ്ങൾ നിർമ്മിക്കാനും സുഖലോലുപതക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാനും വേണ്ടി ജനങ്ങളുടെ ബൈത്തുൽമാൽ വാരിക്കോരി ചെലവഴിക്കുകയും ചെയ്തത്. ഇത്തരം ഒരു പശ്ചാത്തലത്തിലാണ് ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു യസീദ് എന്ന് പറയുന്ന ധിക്കാരിയായ ഭരണകൂടത്തിനെതിരെ ചെറുത്തുനിൽപ്പിന് വേണ്ടി തീരുമാനിക്കുന്നത്. ഇസ്ലാമിക സംസ്കാരത്തിന്, ഇസ്ലാമിക സാമൂഹ്യകരണത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ ഒന്നടങ്കം തന്നെ ചോദ്യം ചെയ്യപ്പെടുകയും അങ്ങനെ ഒരുപിടി കുടുംബങ്ങളുടെ, ഒരു പ്രത്യേക കുടുംബത്തിന്റെ, ഒരു പ്രത്യേക വംശത്തിന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മുഹാജിറുകളും ഹിജ്റ ചെയ്തുകൊണ്ട് അൻസാരികൾ തങ്ങളുടെ പറമ്പിടവും കച്ചവടവും തങ്ങളുടെ ഭാര്യമാരെ പോലും വിവാഹമോചനം ചെയ്തുകൊണ്ട് മുഹാജിറുകൾക്ക് കൊടുത്തുകൊണ്ട് അങ്ങനെ ത്യാഗനിർഭരമായ ഒരു ചരിത്രത്തിലൂടെ മഹാന്മാരായ മുസ്ലിം തലമുറ സൃഷ്ടിച്ചെടുത്ത ഒരു ഇസ്ലാമിനെ, ആ ഇസ്ലാമിന്റെ സംസ്കാരത്തിൽ നിന്ന് നശിപ്പിക്കാനുള്ള ശ്രമം നടത്തപ്പോൾ മൗനിയായ കാഴ്ചക്കാരനാവുന്നതിന് പകരം രക്തസാക്ഷിത്വത്തിന്റെ വഴി തിരഞ്ഞെടുക്കാൻ മഹാനായ ഇമാം ഹുസൈൻ തീരുമാനിക്കുകയാണ്. രക്തസാക്ഷിത്വത്തിൽ അദ്ദേഹം ഒരു പക്ഷെ പരാജയപ്പെട്ടിരിക്കാം. പക്ഷേ ഒരക്രമി ഇയാൾ അക്രമിയാണ് എന്ന് ജനങ്ങളുടെ മുമ്പിൽ വെളിച്ചത്ത് കൊണ്ടുവരിക എന്ന ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ ഒരു ഉത്തരവാദിത്തമാണ് മഹാനായ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു നിർവഹിച്ചത്. ഇസ്ലാമിന്റെ പേരിലാണ് ഇവർ സംസാരിക്കുന്നത്. ഖുർആനിന്റെ കോപ്പികൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ അവർ വാരി വിതരണം ചെയ്യുന്നുണ്ട്. ഇസ്ലാമിന്റെ സംരക്ഷകനായി പള്ളികളും അതുപോലെ തന്നെ ഇസ്ലാമിക കേന്ദ്രങ്ങളും അവർ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ അക്രമികളാണ്, മർദ്ദകരാണ്. ഇസ്ലാമിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് പകരം മലീമസമായ അധികാര താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന, അതിനുവേണ്ടി ഇസ്ലാമിനെ ദുരുപയോഗം ചെയ്യുന്ന ശക്തികളാണ് ഇവരെന്ന് തുറന്നു കാട്ടിക്കുക എന്ന ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമായിരുന്നു മഹാനായ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു നിർവഹിച്ചത്. ആ ദൗത്യത്തിൽ അദ്ദേഹം വിജയിച്ചു. അദ്ദേഹം രക്തസാക്ഷിയായി, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ രക്തസാക്ഷിയായി. ചരിത്രത്തിൽ ഏറ്റവും ദാരുണമായ സ്വഭാവത്തിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം പോലും, അദ്ദേഹത്തിന്റെ മയ്യത്ത് പോലും കൈകാര്യം ചെയ്യപ്പെട്ടു എന്ന് ചരിത്ര പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. ഒരു മുഹറം 10 ആശൂറ ദിനത്തിന്റെ തലേനാൾ കർബലയിലേക്ക് പുറപ്പെട്ട മഹാനായ ഇമാം ഹുസൈൻ ഒരു ആശൂറ നാളിൽ ഇതുപോലെ വളരെ ദാരുണമായി രക്തസാക്ഷിയായെങ്കിലും ചരിത്രത്തിൽ നിർവഹിക്കേണ്ട ഒരു ചുമതല അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. തീർച്ചയായും മുസ്ലിം സമൂഹത്തിന് കർബലയിൽ നിന്ന് ലഭിക്കേണ്ട പ്രചോദനവും ഇതാണ്. അക്രമവും അനീതിയും കാണുമ്പോൾ ഇത് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മൗനം പാലിക്കേണ്ടവരല്ല മുസ്ലിം. ഏതൊരു മുസ്ലിങ്ങളുടെ ഏതൊരു സംവിധാനവും, ഏതൊരു സാമൂഹിക സംവിധാനവും, ഭരണകൂടമാവട്ടെ, സംഘടനകളാകട്ടെ, കമ്മിറ്റികളാകട്ടെ, എന്ത് കൂട്ടായ്മകളാണെങ്കിലും ആ കൂട്ടായ്മകളെല്ലാം തന്നെ ഇസ്ലാമിക സംസ്കൃതിയെയും ഇസ്ലാമിക സംസ്കൃതിയുടെ മഹത്തായ സവിശേഷതകളെയും പ്രതിഫലിപ്പിക്കുന്നില്ല എങ്കിൽ, അത് പ്രതിഫലിപ്പിക്കുന്നില്ല എന്ന് ജനങ്ങളോട് തുറന്നു പറയാനും ഇസ്ലാമിക സംസ്കൃതിയുടെ യഥാർത്ഥ സവിശേഷത ഇതാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ശ്രമിക്കുക എന്നത് മുസ്ലിം സമൂഹത്തിന്റെ ബാധ്യതയാണ്. ചരിത്രത്തിൽ മഹാനായ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു നിർവഹിച്ച ഈ ബാധ്യതയെ, ഈ സ്വഭാവത്തിൽ തിരിച്ചറിയാൻ സാധിക്കുക എന്നതാണ് കർബലയുടെ പ്രത്യേകത. കർബലയ്ക്ക് ഇസ്ലാമിൽ മറ്റെന്തെങ്കിലും ഒരു പ്രത്യേകതകളില്ല. ആ കർബലയുടെ പേരിൽ ആളുകൾ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ആലോചിച്ച് വിലപിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് ആചാരങ്ങളും കാട്ടിക്കൂട്ടലുകളും നടത്തുന്നതിന് ഇസ്ലാം ഒരു തെളിവുമില്ല. അതിൽ ഇസ്ലാമിക സംസ്കാരവും അതിന് ബന്ധവുമില്ല. പക്ഷേ കർബല നമുക്കൊരു പ്രചോദനമാവേണ്ടതുണ്ട്. ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ ലോകത്ത് മഹത്തായ ഇസ്ലാമിക സംസ്കൃതി മുലൂക്കിയത്തിന്റെ പാതയിലൂടെ 1400ഓളം വർഷങ്ങളായി സഞ്ചരിക്കുകയാണ്. ലോകത്തുള്ള മുസ്ലിം നാടുകൾ ഒന്നടങ്കം മർദ്ദനത്തിന്റെയും അതുപോലെ തന്നെ തോന്നിയവാസത്തിന്റെയും പ്രതീകങ്ങളായി മാറിയിരിക്കുകയാണ്. മുസ്ലിം കൂട്ടായ്മകളും മുസ്ലിം സംഘങ്ങളുടെ കൂട്ടായ്മകളിൽ വരെ ഇത് നമുക്ക് കാണാൻ സാധിക്കും. വംശാധിപത്യം, കുടുംബാധിപത്യം, അതുപോലെ തന്നെ കൂടിയാലോചനയുടെ അഭാവം, ഏകാധിപതികളെ പോലെ സ്വേച്ഛാപ്രമത്തരെ പോലെ പെരുമാറുന്ന നേതാക്കന്മാർ, ഇതൊക്കെ ഇസ്ലാമിക സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇസ്ലാമിക സംസ്കൃതി ഇതല്ല എന്ന്
തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവിടെയാണ് കർബല നമ്മെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധേയമായി തീരുന്നത്. മുഹറം മാസത്തെക്കുറിച്ച് പറയുമ്പോൾ മുഹറം മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. താസുആയിലും ആശൂറായിലും മുഹറം 9-നും 10-നും നമ്മെ സംബന്ധിച്ചിടത്തോളം വരുന്ന ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും നോമ്പനുഷ്ഠിക്കുക എന്നത് നമ്മുടെ സുന്നത്തായ ഒരു ബാധ്യതയാണ്. അത് കർബലയുമായോ ഹിജ്റയുമായോ അല്ല ബന്ധപ്പെട്ട് കിടക്കുന്നത്, മറിച്ച് ചരിത്രത്തിലെ സമാനമായ മറ്റൊരു സംഭവവുമായിട്ടാണ് മുഹറത്തിന്റെ നോമ്പ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ചരിത്രത്തിൽ ഏകാധിപതിയായി വിരാജിക്കുകയും മർദ്ദനത്തിൻ്റെതായ പാത പിന്തുടരുകയും ഒരുപാട് ആളുകളെ നശിപ്പിക്കുകയും കൊന്നൊടുക്കുകയും ചെയ്ത ധിക്കാരിയായ ഫറോവ, ആ ഫറോവയിൽ നിന്ന് ജനങ്ങളെ രക്ഷിച്ചുകൊണ്ട് ചരിത്രത്തിൽ നടന്ന മറ്റൊരു ഹിജ്റയുണ്ടായിരുന്നു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പ്രവാചകൻ നടത്തിയ ഹിജ്റയ്ക്ക് സമാനമായ സ്വഭാവത്തിൽ ഈജിപ്തിൽ നിന്നും ഫലസ്തീനിലേക്ക് പ്രവാചകനായ മൂസ അലൈഹിസ്സലാം നടത്തിയ ഹിജ്റ, ഏകാധിപതിയും ധിക്കാരിയുമായ ഫറോവയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് പോയപ്പോൾ അതിനും റസൂലുള്ളാഹി പ്രവാചകനായ മൂസ അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഫലസ്തീനിൽ പോയിട്ട് ഫലസ്തീനിലെ മർദ്ദകരായ ആളുകൾ അവിടെ നിന്ന് നിഷ്കാസനം ചെയ്തുകൊണ്ട് ഫലസ്തീൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഇസ്ലാമിക സാമൂഹിക ക്രമത്തിന് അടിത്തറയിടുക എന്ന ചരിത്രപരമായ ഒരു ദൗത്യം നിർവഹിക്കാനായിരുന്നു മഹാനായ മൂസ അലൈഹിസ്സലാം പലായനം ചെയ്തത്. ആ മഹാനായ മൂസ അലൈഹിസ്സലാമിന്റെ പലായനത്തെ തടയാനും ആ പലായനത്തെ തടഞ്ഞുകൊണ്ട് പ്രവാചകനെയും പ്രവാചകാനുചരന്മാരെയും കൊന്നൊടുക്കാനും ഫറോവ ശ്രമിച്ചപ്പോൾ ആ ഫറോവയുടെ കിങ്കരന്മാരും സമുദ്രത്തിൽ മുങ്ങിച്ചാവുകയുണ്ടായി എന്ന് ചരിത്രം നമ്മോട് പറയുന്നു. അത് ഒരു ആശൂറ നാളിലായിരുന്നു. ഒരു മുഹറം 10-നായിരുന്നു അത് സംഭവിച്ചത്. അതിനെ അനുസ്മരിച്ചുകൊണ്ട് ചരിത്രത്തിലെ ഏറ്റവും രോമാഞ്ചജനകമായ ഏറ്റവും ആവേശഭരിതമായ ഒരു പലായനത്തെ, ചരിത്രത്തിലെ ഒരു മഹാധികാരി, ആ ധിക്കാരി നശിച്ചൊടുങ്ങിയതിന് നകാലലിൽ ആഖിറതി വൽ ഊല എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ ലോകത്ത് ഇപ്പോഴും അവസാന നാളുകൾ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും പാഠമായിക്കൊണ്ട് ഇന്ന ഫീ ദാലികൽ ഇബ്റതൻ എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചതുപോലെ ജനങ്ങൾക്ക് മുഴുവനും തന്നെ പാഠമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിച്ച ഫറോവയുടെ അനുചരന്മാരും നശിച്ചൊടുങ്ങിയ ഒരു ദിനം, ആ ദിനം മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആ ദിനം അനുസ്മരിക്കപ്പെടേണ്ട ഒരു ദിനമാണ് എന്നും ആ ദിനത്തെ നമ്മൾ അനുസ്മരിക്കേണ്ടത് നോമ്പെടുത്തുകൊണ്ടാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. ആ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുഹറം എന്ന് പറയുന്ന താസുആയിലും ആശൂറായിലും നോമ്പനുഷ്ഠിക്കുക എന്ന സുന്നത്ത് നമ്മൾ പിന്തുടരണമെന്നുകൂടി ഈ സന്ദർഭത്തിൽ ഉത്ബോധിപ്പിക്കുകയാണ്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിക സംസ്കൃതിയെ അതിന്റെ ശരിയായ സ്വഭാവത്തിൽ ഉൾക്കൊള്ളുന്നവരുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ.